ഹരേ കൃഷ്ണ. നൈമിഷാരണ്യ മാഹാത്മ്യവും അതിൻ്റെ ഉൽപ്പത്തിയും എങ്ങനെയാണെന്നുള്ള കഥ കേട്ടാലോ? ഗോമതി നദിയുടെ തീരത്തുള്ള ഒരു പുണ്യ സ്ഥലമാണ് നൈമിഷാരണ്യം. നൈമിഷാരണ്യം എന്ന് പറയുമ്പോൾ തന്നെ ശ്രീമദ് ഭാഗവതം തന്നെയാണ്. ഭാഗവതം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നൈമിഷാരണ്യത്തിൽ ഋഷിമാർ കൂടി എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഒരു മനോഹരമായ വനപ്രദേശമാണ് നൈമിഷാരണ്യം. ലക്നൌവിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണിത്. ഇപ്പോൾ അതിൻ്റെ പേര് നിംസർ എന്നാണ്. നൈമിഷാരണ്യം എത്രയോ പുരാണങ്ങളിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലുമൊക്കെ പേരെടുത്തിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാണ്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ത്രികാലജ്ഞാനികളായ മുനിമാർ ബ്രഹ്മദേവനോട് അടുത്ത യുഗമായ കലിയുഗത്തിൻ്റെ ദോഷപരിഹാരത്തിനുള്ള മാർഗം ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ബ്രഹ്മദേവൻ അവർക്കായിട്ട് ഒരു നേമി നൽകുകയാണ്. നേമി എന്നാൽ ചക്രം എന്നാണ് അർത്ഥം. ആ ചക്രം എവിടെയാണോ നിൽക്കുന്നത് അവിടെ ലോക അനുഗ്രഹപ്രദമായ യജ്ഞങ്ങൾ നടത്തിയാൽ കലിദോഷ പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ ചക്രം ഉരുണ്ടുരുണ്ട് അവസാനിച്ചത് ഒരു ആരണ്യത്തിലായിരുന്നു. നേമി പതിച്ച ആരണ്യമായതിനാൽ അവരതിനെ നൈമിഷാരണ്യമെന്നും നാമകരണം ചെയ്തു. ഇതിൻ്റെ നടുക്കായിട്ട്, ഈ നൈമിഷാരണ്യത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ചക്രതീർത്ഥമുണ്ട്. നൈമിഷാരണ്യത്തിലെ പുണ്യക്ഷേത്രമാണ് ഈ ചക്രതീർത്ഥം. ഭഗവാൻ വനരൂപമെടുത്തതാണ് നൈമിഷാരണ്യമെന്നും പറയുന്നു. ഈ ചക്രതീർത്ഥത്തിൽ പല പൂജകളും ചെയ്യാറുണ്ട്. നൈമിഷാരണ്യം ഭൂമിയുടെ അച്ചുതണ്ട് കൂടെയാണ്. ശൗനകൻ തുടങ്ങിയ മഹാഋഷികളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പുണ്യയജ്ഞം ആരംഭിച്ചിരുന്നു. വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനും ആ യജ്ഞത്തിൽ സന്നിഹിതനായിരുന്നു. 60,000 ഋഷിമാരാണ് ഭാഗവത ചർച്ചയ്ക്ക് ഒത്തുകൂടിയത്. ഭാഗവത ഉപദേശം ഇവിടെ വച്ചാകാമെന്ന് തീരുമാനിക്കുന്നു. ഇവിടെ വച്ച് തുടങ്ങിയാൽ അത് ലോകം മൊത്തം വ്യാപിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളുമെല്ലാം വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികന്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ 7 ദിവസം അഹോരാത്രം നീണ്ടു നിന്നിരുന്ന ഭാഗവത ചർച്ച 60,000 ഋഷിമാരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുകയുണ്ടായി. ഭാഗവത കഥ കേട്ട് കേട്ട് അവിടുത്തെ പുൽക്കൊടികളും വനങ്ങളും തടാകങ്ങളും എല്ലാം സാത്വിക ഗുണത്തിൽ അവിടെ തപസ്യയായിരിക്കുകയാണ്. രാധേ രാധേ.